ഞങ്ങളേ ഒരു പട്ടീനെ കാണാൻ പോവാണ്. അപ്പോൾ മോൻസിജാൻ ഒരു പട്ടിക്കുഞ്ഞിന് 1 മാസം പ്രായമുള്ളപ്പോൾ എടുത്ത് വളർത്തതാണ്. അതിന് 2 മാസം കഴിഞ്ഞപ്പോൾ വിദേശത്തേക്ക് ഒരു യാത്ര, 3 മാസം. അപ്പോൾ വിദേശത്തേക്ക് ഒരു യാത്ര പോകേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ പട്ടീനെ മറ്റൊരാൾക്ക് വളർത്താൻ ഏൽപ്പിച്ചു. അപ്പോൾ പട്ടിക്ക് 4 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ പട്ടി ആരും അടുപ്പിക്കുന്നില്ലാത്തൊരു സമയമാണ്, പെൺപട്ടി അല്ലേ. അപ്പോൾ പട്ടി പ്രസവിച്ചെടുക്കുക. അപ്പോൾ പട്ടി ആരും അടുപ്പിക്കുന്നില്ല. നമുക്കിത് പോയി നോക്കാം. മോനിഷാൻ പറഞ്ഞു മോനിഷാനെ അടുപ്പിക്കുന്നു. കാരണം ഞാനിപ്പോ കണ്ടിട്ട് 1 വർഷമായി. 1 വർഷമായി. അപ്പൊ പട്ടിക്ക് അത്രയും സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ ഇവിടെ തൊട്ടടുത്തല്ലേ? ഓക്കെ. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയാന്നുള്ളത്. അപ്പൊ നമ്മളിത് ഈ വീട്ടിലാണോ പട്ടി ഉള്ളത്. അപ്പൊ ഈ വണ്ടി കാണുമ്പോ തന്നെ പട്ടിയുടെ ആറ്റിറ്റ്യൂഡിൽ ഭയങ്കര ചേഞ്ച് വരും എന്നാണ് പറയുന്നത്. മനസ്സിലായപ്പോ നോക്കാം. ചമ്മോ നോക്കാം. ഈ വണ്ടി കാണുമ്പോൾ തന്നെ പട്ടിക്ക് അറിയാം. അതല്ലേ? ഓക്കെ. പണ്ട് തൊട്ടേ ഞാൻ 1 വർഷം മുമ്പ് വന്നപ്പോഴും പട്ടി ഐഡന്റിഫൈ ചെയ്തു. അതല്ലേ? അപ്പൊ നമുക്ക് നോക്കട്ടാ. നല്ല മഴയുണ്ട്. ഞങ്ങള് വണ്ടിന്ന് പുറത്തിറങ്ങിയിട്ടില്ലാട്ടോ. അപ്പൊ മില്ലിയുടെ പേര് വണ്ടി 1 വർഷം മുമ്പ് കണ്ട ആ ഒരു മാറില്ല നീ അത് മില്ലി ഹോണടിച്ചേക്ക്. നമ്മളെ മഴയൊക്കെ അതിന് പോവില്ല. അതിന് ഭയങ്കര വണ്ടി അറിയാം. മഴ നനഞ്ഞാലും പോവില്ല. മറ്റേ പുള്ളി കയറാൻ പറയുന്നുണ്ട് കൂട്ടില്. പോവില്ല പുള്ളി. മില്ലി കേട്ടോ. 1 വർഷമായിട്ട് 1 വർഷമായി ഇപ്പൊ അതിനെ കണ്ടിട്ട്. 1 വർഷം മുമ്പ് കണ്ടപ്പോഴും അത് എന്നെയാണ് അത് യജമാനായിട്ട് അംഗീകരിച്ചത്. കാരണം 1 മാസം ഉള്ളപ്പോൾ എടുത്തതാ. 3 മാസം വളർത്തി. അത് കഴിഞ്ഞിട്ട് വേറെ ആൾക്കാ കൊടുത്തത്. അവിടെ ഒരു 1.5 വർഷം നോക്കി. ഇപ്പൊ ഇവിടെ വന്നിട്ട് 1 വർഷമാകുന്നു. ഇപ്പൊ 3 വയസ്സ് കഴിഞ്ഞു. ഇപ്പൊ പ്രസവിച്ച് കഴിഞ്ഞപ്പോ ആരെ അടുപ്പിക്കുന്നില്ല. അങ്ങനെ ഇതായിട്ട് നിൽക്കാണ്. വണ്ടി കണ്ടപ്പോ വന്നല്ലോ. വണ്ടി കണ്ടപ്പോഴത്തേക്ക് ഓടിയെത്ത ആളാണെങ്കിൽ അപ്പൊ പട്ടിയുടെ ഒരു ഓർമ്മ നോക്കി. എന്റെ പൊന്നെ, പുള്ളി കൂട്ടി കയറാൻ പറയുന്നോണ്ടാണ് ഇത്. അതിന്റെ ഓർമ്മ കൂട്ടി കയറാൻ പറഞ്ഞത്. കൂട്ടി കയറാൻ പറയുന്നുണ്ട്, പക്ഷെ കേറുന്നില്ല. കേറില്ല. കൂട്ടി കയറാൻ പറഞ്ഞിട്ടും കേറുന്നില്ല. സാറെ കൂട്ടി കയറാൻ പറയാൻ കേറും. അവർ വിളിച്ചിട്ട് പോകുന്നില്ല. കണ്ടോ? നമുക്കപ്പം മില്ലിയുടെ ഇപ്പോഴത്തെ ഓണറോട് സംസാരിക്കാൻ കേട്ടോ. പട്ടിക്ക് 3 വയസ്സ് കൂടുതൽ പ്രായമുണ്ടല്ലേ? 3 വയസ്സ് ഏകദേശം കാണുമായിരിക്കും. അപ്പോൾ മോനിഷാന്റെ ആദ്യം വേറൊരാൾക്ക് കിട്ടി, പിന്നീട് ചെണ്ടയിലേക്ക് വന്നു. മൂന്നാമതാണ് എൻ്റെ കയ്യിൽ വരുന്നത്. മൂന്നാമതാണ് കയ്യിൽ വരുന്നത്. പട്ടി കയ്യിൽ വന്നതിന് ശേഷം എങ്ങനെയുണ്ട്? പട്ടി ഒരു നമ്മൾ തീറ്റ കൊടുക്കുന്നതിന്റെ സ്നേഹം നമ്മളോടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ പട്ടിക്ക് ശരിക്കും ആരോടാ സ്നേഹം കൂടുതൽ തോന്നിയിട്ടുള്ളത്? അത് ശരിക്കും ആദ്യത്തെ ആളോടായിരിക്കും. അതെല്ലേ? പക്ഷെ അത്ര കുഞ്ഞായിരുന്നല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ സ്നേഹം കൂടുതൽ വരുമോ? അതങ്ങനെയാണ് പട്ടിവർഗത്തിന്റെ. എന്നാലും ഒരു 2 മാസം 3 മാസം പ്രായമല്ലേ ഉള്ളൂ. പിന്നീട് പല ഓണേഴ്സും നോക്കി, ചിലപ്പോൾ ആദ്യം നോക്കി ആകട്ടെ അത്രയും ഭംഗിയായിട്ട് പിന്നീട് ഉള്ള ആൾക്കാർ നോക്കാത്തോണ്ടാണോ? അതെ, കൃത്യമായിട്ട് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും പട്ടി അടുത്തേക്ക് പോയാലോ? ആ ചിക്കൻ കറി എടുക്കാം. അപ്പോൾ പട്ടിക്ക് ഞങ്ങൾ ഇച്ചിരി ചിക്കൻ കറി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയാണ്. രണ്ടടാ. ആഹാ, മില്ലിയാണ്. ആരെങ്ങനെ കൂടുതൽ അടുപ്പിക്കത്തില്ല. ഞാൻ എത്ര വർഷം കഴിഞ്ഞ് വന്നാലും മില്ലി കണ്ടോ കൈ തരും. അന്ന് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ പറയും, ഇരിക്കാൻ പറയും, കൂട്ടി കയറാൻ പറഞ്ഞാൽ കയറും. ഇപ്പോഴും അതനുസരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നുവിടാം. കൊച്ചിന്റെ കാലം. ഓക്കെ മില്ലി. ഓക്കെ. സ്നേഹം കണ്ടോ? 1 വർഷമായി കണ്ടിട്ട്. മില്ലി വ്യത്യസ്തയാകാൻ കാരണം നായ്കളുടെ ഇടയിൽ ജനിച്ചുകൊണ്ട് മാത്രമാണ്. ഇതൊരു മനുഷ്യനായിരുന്നെങ്കിലോ 10 ദിവസം കാണാതിരുന്നാലും അങ്ങ് മറന്നുപോകും. തന്റെ പഴയ യജമാനെ കണ്ടപ്പോൾ ചാടി ഇറങ്ങി ഓടി വരുന്ന മില്ലിയെ കണ്ടോ?
3 മാസം വളർത്തിയുള്ളതിന് ഒരു മാസം പ്രായമുള്ളപ്പോൾ എടുത്തു. ഇപ്പോഴും അത് അന്ന് പഠിപ്പിച്ച എല്ലാം ചെയ്യും, അനുസരണമാണ്. എങ്ങനെയാണ് പ്രസവിച്ചിരുന്ന സമയത്ത് എങ്ങനെയാ പുള്ളിക്കാരത്തി? ഇത്രയാകുമ്പോൾ ഞങ്ങൾ അടുക്കില്ല കേട്ടോ. നിങ്ങളടുത്ത് അടുപ്പില്ലല്ലേ? ഞങ്ങൾ അടുക്കില്ല, കാരണം നമുക്ക് പേടിയാ. തീറ്റ കൊടുക്കുന്നത് കാര്യമില്ലല്ലേ? ഇതിന് മുൻപ് പ്രാവശ്യം പിടിച്ച് കടിച്ചിട്ട് പോവാ. ആരെ കടിച്ചു? എന്നെ പിടിച്ച് കടിച്ചാ. ഇത് മില്ലി 1 മാസം പ്രായമുള്ളപ്പോൾ മേടിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? അതാണ് കേട്ടോ. അപ്പോൾ അന്ന് മില്ലിയുടെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മോൻസിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ മോന് കളിക്കാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ജീവിത സാഹചര്യം മാറിയപ്പോൾ പട്ടിയെ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വന്നു. എന്നൊക്കെ പറഞ്ഞാലും പട്ടിയെ പോലെ സ്നേഹമുള്ള ഒരു ജീവിയെ നമുക്ക് ലോകത്ത് എവിടെയും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഞങ്ങൾ യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, പട്ടിക്ക് വെറുതെ ഒരു ടാറ്റ കൊടുത്തിട്ട് കുശലൊക്കെ പറഞ്ഞ് പട്ടിക്ക് ചിക്കനെ കൊടുത്ത് പോകാൻ തുടങ്ങുന്നു. പക്ഷേ പട്ടി ഇതേ കണ്ടില്ലേ, തൻ്റെ യജമാനനെ ഒന്നുകൂടെ കാണാൻ വേണ്ടി ഓടി വരികയാണ് കേട്ടോ. ഏതോ ഹിന്ദി സിനിമയിലെ മനോഹരമായ ക്ലൈമാക്സ് സീൻ പോലെ ഇത് കണ്ടില്ലേ, അവളുടെ ആ ഓടി വരവ് വല്ലാതെ നമ്മളെ മനസ്സിന് ഒരു നൊമ്പരപ്പെടുത്തൽ തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഒരു എന്താ പറയുക, റൊമാൻറ്റിക് അല്ലെങ്കിൽ ലവബിളായിട്ടൊരു സോങ്ങൊക്കെ പാടാൻ തോന്നുന്നു. അപ്പോൾ കണ്ടോ, അവസാനമായിട്ട് യജമാനൻ കൂട്ടി കയറാൻ പറഞ്ഞു, കൂട്ടി കയറി. അങ്ങനെ തൻ്റെ പഴയ യജമാനൻ അവളെ ഒരു നോക്ക് കണ്ടുകൊണ്ട് സങ്കടപ്പെട്ട് പിന്നെ പോകാൻ തുടങ്ങുകയാണ്.